നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മൾ ഇപ്പോൾ പഴയതുപോലെയല്ല, നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ജിമെയിൽ ഉപയോഗിക്കുന്നത്. പല ആളുകൾക്കും നമ്മൾ ഓരോ മെസ്സേജ് അയക്കുന്നതും നമുക്ക് വരുന്ന അപ്ഡേറ്റുകളൊക്കെ ജിമെയിലിലൂടെയും നമുക്ക് വരാറുണ്ട്. പല ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ജിമെയിലാണ് ഇപ്പോൾ കാര്യമായിട്ട് മെസ്സേജ് വരുന്നതും അയക്കുന്നതും. അപ്പോൾ ജിമെയിലിനകത്തുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ, അതായത് ജിമെയിൽ നമുക്ക് അബദ്ധവശാൽ എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തു സെൻഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് നമുക്കത് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കണം എന്ന് തോന്നുന്നത്. നമുക്കറിയാൻ സാധിക്കും, വാട്സപ്പിനകത്ത് നമുക്ക് ഡിലീറ്റ് ഫോർ എവരി വൺ ക്ലിക്ക് ചെയ്താൽ നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ജിമെയിലിനകത്ത് അത്തരത്തിലുള്ള സൗകര്യമില്ല. അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജിമെയിലിനകത്ത് വന്ന പുതിയൊരു ഫീച്ചറാണ് ഇത്. സാധാരണ നമുക്ക് ജിമെയിൽ ആപ്പ്, നമ്മുടെ മൊബൈൽ ഫോണിലെ ജിമെയിൽ ആപ്പിനകത്ത് നമുക്ക് സൗകര്യമില്ല. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ മൊബൈലിൽ എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ക്രോമിൽ ജിമെയിൽ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ കാണും അതുപോലെ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ ചോദിക്കും, നിങ്ങളുടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യാൻ ചോദിക്കും. നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് യൂസ് ദ വെബ് വേർഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നമ്മുടെ ജിമെയിൽ ഓപ്പൺ ആയി വരും. ജിമെയിൽ ഏതാണോ വേണ്ടതെങ്കിൽ അത് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മുകളിൽ. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഡെസ്ക് ടോപ്പിലേക്ക് മാറ്റണം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പോലെ ഇത് ഡെസ്ക് ടോപ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജിമെയിൽ ഇതുപോലെ ഒരു കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ജിമെയിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജിമെയിൽ സെറ്റിങ്സ് ഇവിടെ സീ ഓൾ സെറ്റിങ്സ് ഓപ്ഷൻ കാണും മുകളിൽ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സെറ്റിങ്സും കൂടെ നമുക്ക് മുഴുവനായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ അൺഡു സെൻഡ് എന്നുള്ള ഓപ്ഷൻ, നമ്മൾ സെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ചെടുക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് 5 സെക്കൻഡ് മാത്രമേ സൗകര്യമുള്ളൂ. നമുക്കൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തതിന് ശേഷം 5 സെക്കൻഡിനുള്ളിൽ പിൻവലിച്ചാലാണ് നമുക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കുക. എന്നാൽ നമുക്കത് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഭാഗത്ത് സെലക്ട് ചെയ്ത് അത് 30 സെക്കൻഡ് വരെ ആക്കാനുള്ള സൗകര്യമുണ്ട്. ഡിഫോൾട്ടായിട്ട് 5 സെക്കൻഡാണ് ഉണ്ടാകുക. നമുക്കിത് വേണമെങ്കിൽ 30 സെക്കൻഡ് വരെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഇവിടെ കാണുന്ന സേവ് ചേഞ്ചസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ജിമെയിൽ ഈ ഒരു അയച്ച മെസ്സേജ് 30 സെക്കൻഡിനുള്ളിൽ തിരിച്ചെടുക്കാനുള്ള സൗകര്യം ജിമെയിലിനകത്ത് നമുക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.